ഇത് ആറ്റുനേന്ത്രൻ വാഴയാണ്. അടുത്ത കൊല്ലം ഓണത്തിന് കിട്ടാവുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ വാഴ. ഇതൊരു ഏവറേജ് ഒരു 25-30 കിലോ വരെ വരുന്ന വാഴയാണ്. അതിൻ്റെ ടിഷ്യൂ വാഴയാണ് ആറ്റുനേന്ത്രൻ്റെ. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വെക്കാം. മറ്റേത് തേനി നേന്ത്രൻ ഉണ്ടാവും, കിൻഡൽ വാഴയൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ആറ്റുനേന്ത്രനാണ്. കറക്റ്റ് നാടൻ കായയുടെ ഒരു ഭംഗി കിട്ടും. ഇത് അടുത്ത പോലെ ഓണത്തിന് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ വെക്കുക. ഇത് നമ്മളിവിടെ കവറിലാക്കി വെച്ചിട്ടുള്ളതൊക്കെ നെടുനേന്ത്രൻ നാടൻ കന്നുകളാണ്. ഇത് നമ്മൾ കവറിലാക്കി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പാടത്താണ് വെക്കുക. പാടത്ത് വെക്കുമ്പോൾ ഇപ്പോൾ വെച്ച ഈ തുലാമാസത്തിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് ഇപ്പോൾ വെള്ളം വരും. അപ്പോൾ അത് കാരണം നമുക്ക് ഈ വാഴ വെള്ളം കയറിയ പിന്നെ വാഴ നമ്മൾ വിചാരിച്ച ലെവലിൽ കിട്ടില്ലേ. ഒരു 15 കിലോ 13 കിലോ 14 കിലോ ആണെങ്കിൽ ഇത് കിട്ടണം വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കൊരു 10 കിലോൻ്റെ താഴെയായിരിക്കും, താഴെയായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ കവറിലാക്കിയിട്ട് ഇതിപ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഫസ്റ്റൊക്കെ ആയിട്ട് വെക്കുള്ളൂ. അപ്പോഴേക്കും വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് വെട്ടി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണതൊന്നല്ല. ഇങ്ങനെ നമ്മൾ ഇതിലൊന്നും ഉപ്പാടൊക്കെ വെച്ചിട്ടുണ്ട്, 2018 വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴ അങ്ങനെ വെച്ചു. അത് നമുക്ക് വെള്ളപ്പൊക്കത്തിലൊക്കെ പോയി. അത് കാരണം ഇപ്പോൾ വീണ്ടും കവറിലാക്കി വെക്കുകയാണ്. പിന്നെ ഇത് 85 ദിവസത്തിൻ്റെ താഴെയായിട്ടുള്ള മിളക് തൈകളാണ്. 85 ദിവസം ആയിട്ടുണ്ടാവും, അത്രയ്ക്ക് ആയിട്ടുള്ള. ഇതൊക്കെ മുട്ടിട്ട് തുടങ്ങി. എന്താ മുട്ടിട്ട് തുടങ്ങി, ഏകദേശം ഒരു എല്ലാതും മുട്ടിട്ട് തുടങ്ങി. ഇവിടെയൊക്കെ ഇതൊരു 100 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 75 ദിവസം പ്രായമുള്ളപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ചിലതൊക്കെ നല്ലോണം മുട്ടിട്ടു. ഇതിൻ്റെ താഴെ നമ്മൾ സ്റ്റെപ്പായിട്ട് വെച്ചിട്ടുള്ളതാ. ഇതിപ്പോൾ 55 ദിവസം പ്രായമുണ്ട് ഇതിന്. ഇത് 85 ദിവസം തന്നെയാണ്. ഇവിടെയുണ്ട്. ഇതാണ് ഇങ്ങനെ. ഇതൊക്കെ നല്ല രീതിയിൽ പൂവായി തുടങ്ങി. ഇതുമ്പോൾ എല്ലാത്തുമ്പോഴും പൂവായിട്ടാണ്. ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ മണ്ണിൽ വെക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക വളർച്ചയുണ്ട്. അത് ഞാൻ ഇപ്പോൾ വേറൊരു 100 ദിവസത്തിൻ്റെ താഴെയായിട്ടുള്ള മിളക് ഞാൻ കാണിച്ചു തരാം, മണ്ണിൽ വെച്ചിട്ടുള്ളത്. ഇതും ആ 100 മിളകിൽ പെട്ടത് തന്നെയാണ്. ഈ സൈഡിലുള്ളത് ഇതൊക്കെ മുട്ടിട്ട് തുടങ്ങി. ഇതൊക്കെ നല്ല രീതിയിൽ മുട്ടിട്ടുണ്ട്. ഇത് 55 ദിവസം പ്രായമായത്, രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ 100 ദിവസത്തെ താഴെയായിട്ടുള്ള മിളകാണ് ഇത് മണ്ണിൽ വെച്ചിട്ടുള്ളത്. അതും ഈ മിളകൾ കണ്ടത് ഗ്രോ ബാഗിലുള്ള മിളകളും തമ്മിലുള്ള വ്യത്യാസം കണ്ട. ഈ 100 ദിവസം താഴെയായിട്ടുള്ള മിളകുമ്പോൾ മിളകായി തുടങ്ങിയിട്ടാ. ഇതൊരു 3 മാസം മതി ഈ മിളകിന് മിളകാവാല്ലേ. ഇതിപ്പോൾ ആ ചെറിയ തയ്യാണ് 100 ദിവസത്തിൻ്റെ താഴെയുള്ള മിളകും തൈ മിളകായി ഉണ്ടാവും. ഒരെണ്ണം ഇതിപ്പോൾ മിളകായി മിളകിട്ടു. പിന്നെ ആയിട്ടോ. ഇത് നമ്മുടെ മണ്ണിൽ നിൽക്കണ വെള്ളച്ചൂനിയൻ. വെള്ളച്ചൂനിയൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. എങ്ങനെ നോക്കിയാലും അത് അടിപൊളിയാണ്. മണ്ണിൽ വെച്ചാലും കുഴപ്പമില്ല, ഗ്രോ ബാഗിൽ വെച്ചാലും കുഴപ്പമില്ല. ഇതൊക്കെ മണ്ണിൽ വെച്ചിട്ടുള്ളതാ. ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക വളർച്ചയുണ്ട്. ഇതൊക്കെ മണ്ണിൽ വെച്ചിട്ടുള്ളതാണ്. മണ്ണിൽ വെച്ചിട്ടുള്ള 100 ദിവസം പ്രായമായിട്ടുള്ള ഒരു മിളക് നല്ലോണം പിടിച്ചു തുടങ്ങി. ഇത് അത്യാവശ്യം നീളമുള്ള മുളകാണ്. പിന്നെ നമ്മളൊരു
10 ദിവസം മുപ്പാട് ഇവിടെ ആകെ കാടായിരുന്നത്. അത് നമ്മൾ ഈ മരുന്നടിച്ചപ്പോൾ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ആ കാടൊക്കെ പോയി. ഇവിടെയൊക്കെ വളരെ കിടക്കുന്ന ഇപ്പോൾ ഒരു പുല്ല് പോലും ഇല്ല. ഒക്കെ നല്ല രീതിയിൽ കരിഞ്ഞു പോയി. മരുന്നടിച്ചുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. നമുക്കൊരു 3 മാസത്തേക്ക് അധികം പുല്ലൊന്നും വരില്ല. ചെത്തിയ ഒരു 10 ദിവസത്തിനുള്ളിൽ പുല്ല് വരും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നടിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ട് കവുങ്ങുമ്പോഴൊക്കെ നല്ല രീതിയിൽ അടയ്ക്ക പിടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ജാതിമുളൊക്കെ നല്ലോണം ജാതിക്കായ ഉണ്ടാകാറുണ്ട്. മരുന്നടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ആൾക്കാരെന്തൊക്കെ പറയണമെന്ന് നമുക്കറിയില്ല. അല്ല, ഫുള്ളായിട്ട് പോയി പുല്ല്. ചിലയിടത്തൊന്നും നമ്മുടെ അടി എത്തിയിട്ടില്ല. അതാണ് അവിടെ ആ തെങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ട് തിരിച്ച പുല്ല് നിൽക്കണത്. ബാക്കിയൊക്കെ പുല്ല് കരിഞ്ഞ് നല്ല സ്ഥലമായി. ഇതാണ് നമ്മുടെ ആറ്റുനേന്ത്രം വയ്ക്കാനുള്ള കുഴിയെടുത്തേക്കണ സ്ഥലം. ഇത് നമ്മളൊരു 7 അടി അകലത്തിലാണ് വേണ്ട ഒക്കെ കുമ്മായിട്ട് നിർത്തിയേക്കാണ് കുഴികളിൽ. ഈ നാളെ കോഴിക്കാഷ്ടം ആട്ടിൻകാട്ടൊക്കെ ഇടും. ഒരു 7 അടി അകലത്തിലാണ് നമ്മൾ വാഴയ്ക്ക് തട എടുത്തിട്ടുള്ളത്. അതൊരു 20 സെന്റ് സ്ഥലത്തോളം ഉണ്ടാവും. പക്ഷെ ഇതിൽ കുറച്ച് ചെറിയ തൈ ജാതികളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം നമുക്കൊരു 60 വാഴ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. നല്ല അകലത്തിൽ ഒരു 2.5 അടി സ്ക്വയറിലാണ് നമ്മൾ കുഴി എടുത്തിട്ടുള്ളത്. ഒരു കുമ്മായിട്ടൊക്കെയാണ്. ഈ നാളെ നമ്മൾ ആട്ടുംകാട്ടവും കോഴിക്കാഷ്ടം ഇടും. അതാണ് അടിവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ വാഴയ്ക്കും അത് തന്നെ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ തേനി നേന്ത്രൻ കൊലച്ചേക്കന്ത, പഴയ വാഴയുടെ കൊലച്ചേക്കന്ത തേനി നേന്ത്രൻ. ഇത് ഓണത്തിന് ബാക്കിയുള്ളതൊക്കെ വെട്ടി നമ്മളിപ്പോൾ വെട്ടി. ഇപ്പോൾ ഇതൊന്നും ഇത് 2 മാസമെങ്കിലും പിടിക്കും. ഇപ്പോൾ കൊലച്ചിട്ടുള്ളൂ. അതുപോലെ വേണ്ട. ഇവിടെയൊക്കെ നമ്മൾ മരുന്നടിച്ച്, ഇതൊക്കെ നമ്മൾ മരുന്നടിച്ച് കരിയിച്ച സ്ഥലങ്ങളാണ്. എന്നിട്ടാണ് നമ്മൾ കുഴി കുത്തിയിട്ടുള്ളത്. അടയ്ക്കൊക്കെ നല്ല രീതിയിലുണ്ട്. ഈ സൈഡിലൊക്കെ അടയ്ക്കാൻ മരുന്നൊക്കെ അടയ്ക്കേണ്ട ഒരു കുഴപ്പമില്ല. ജാതിയുടെ അടയ്ക്കാരത്തിൻ്റെ കടയ്ക്കൊക്കെ നമ്മൾ മരുന്നടിക്കണത്. അല്ല, പുല്ലൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് അടയ്ക്കാരത്തിനൊക്കെ നമ്മൾ കോഴിക്കാഷ്ടിട്ടേക്കണത്. അത് നീങ്ങിയിട്ട് നമ്മൾ ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ചാണകം കഴിഞ്ഞു. പച്ച ചാണകം വേണ്ട. അപ്പോൾ ശരി എന്ന് വെച്ചാൽ